പോയില്ല ഗുരുതരം ചെന്നപ്പോൾ അവർക്ക് ഗുരുതരാവസ്ഥ ഇവിടെ ഇട്ടത് ഷീറ്റ് ഞാത്തിയിട്ടിരിക്കുന്നു, കുട്ടുപാല് തൂക്കിയിട്ടിരിക്കുന്നു, അടക്കിയിട്ടിരിക്കുന്നു, കൊപ്ര വെട്ടിയിട്ടിരിക്കുന്നു, പോകാതിരിക്കാൻ പറ്റിയ. പിന്നെ ഇവിടെ നോക്കുക, ഇവിടെ നിന്ന് എല്ലാം അടിച്ചു മാറ്റണം. അപ്പന്റെ കിണ്ടി കൊണ്ടുപോകണം, അമ്മയുടെ കമ്മല് കൊണ്ടുപോകണം, അളവാതെ സാക്ഷാ മുട്ടിക്കൊണ്ട് പോകണം. ഇപ്പൊ കഴിയുമ്പോൾ മഹാരസമാകുന്നു, ഇതൊരു മഹാരസ്യം. എനിക്ക് പെങ്ങന്മാരില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളെ എനിക്ക് വലിയ ഇഷ്ടം. അവളുടെ പേര് ആൻസി. ഞാൻ സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് അവള് പറയും അച്ഛനായിട്ട് എന്നെ വേണം ആദ്യം കെട്ടിക്കാൻ. ഞാൻ സമ്മതിച്ചു. 1993 ഡിസംബർ 26-ാം തീയതി എനിക്ക് പട്ടം കിട്ടി. ഡിസംബർ 31-ാം തീയതി ലാൽ എന്ന ചെറുപ്പക്കാരൻ അവളെ കെട്ടി. അവളെ കെട്ടിച്ചിട്ട് ഞാൻ എൻ്റെ ആശ്രമത്തിലോട്ടും പോയി, അവൾ അവൻ്റെ കെട്ടിയവൻ്റെ വീട്ടിലോട്ടും പോയി. ഒരു മാസം കഴിഞ്ഞ് കട്ടപ്പനയ്ക്ക് വലിയവാളെയുള്ള എൻ്റെ വീട്ടിൽ ഞാൻ വരുമ്പം ഞാൻ വരുന്നു എന്ന് ഓർത്തോണ്ട് ഇവളും വന്നിട്ടുണ്ട്. ഇവിടെ ലാലേട്ടൻ വന്നിട്ടില്ല. ചെല്ലുമ്പോൾ എൻ്റെ അമ്മ അരുവിലക്കലത്തിന്റെ പക്കത്ത് തുണി കെട്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിലെ പലഹാരം ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ പറയും പൂച്ച കുടുങ്ങ, കുമ്പളപ്പം, എണ്ണേലിക്കകത്ത് അരിപ്പൊടി തേങ്ങാപ്പൊടിയിലെ പൊടിച്ചപ്പഴം ചേർത്തിട്ട് കടലക്കാരനെ കടലപ്പൊടി പോലെ വാട്ടി കൂട്ടി അമ്മ ഇങ്ങനെ പുഴുങ്ങി വെക്കുക. ഞാൻ നോക്കുമ്പോഴാണ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പുഴുങ്ങി വെക്കുന്ന കുമ്പളപ്പത്തിലെ ഏറ്റവും കൂടുതൽ 4 എണ്ണം എടുത്ത് അവൾ അലമാരി കയറ്റി വെക്കും. പിറ്റേ ദിവസം അവിടെ ലാലേട്ടൻ വരുമ്പം അവന്റെ അണ്ണാക്കി കുത്തി കയറാൻ വേണ്ടി ഞാൻ എന്നാ ചോദിച്ചാലും അവർക്ക് മറുപടി ഇല്ല. ഞാൻ അച്ഛനായാലും വണ്ണം വെച്ചോ, വയറ് ചാടിയോ, വീതി കുടിച്ചോ, മുഖം ചോദിച്ചോ, ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. ഏതോ സ്വപ്ന ലോകത്തിലെ ബാലഭാസ്കരൻ അവിടെ എന്തോ ഓർമ്മോണ്ടിരിക്കുന്നു. അവിടെ ആ പാടെ പറയുന്ന മറുപടി ഇപ്പൊ ലാലേട്ടൻ കുളിച്ചോണ്ടിരിക്കുമായിരിക്കും, ഇപ്പൊ ലാലേട്ടൻ പുറത്തിക്കൊണ്ടിരിക്കുമായിരിക്കും, ഇപ്പൊ ലാലേട്ടൻ പാൻസിറ്റ് കയറ്റിക്കൊണ്ടിരിക്കുമായിരിക്കും, ഇപ്പൊ ലാലേട്ടൻ അവിടെ കുശിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവക്കറിയാം ഇതൊരു മഹാരസം, ഇതൊരു മഹാരഹസ്യം. ആ ജീവിതം നയിക്കാൻ വേണ്ടി ദൈവം ദമ്പതികളെ വിളിച്ചിരിക്കുന്നു. രഹസ്യത്തിന്റെ ജീവിതം. അപ്പൊ അങ്ങനെയുള്ള വീട് 2 വിധത്തിൽ നിങ്ങൾക്ക് പണിയാം. വിവാഹം എന്ന ഉദാശയിലൂടെ പരസ്പരം ബന്ധിതരായ നമുക്ക് നമ്മുടെ കുടുംബത്തെ 2 വിധത്തിൽ പണിയാനായിട്ട് പറ്റും. 1 ബാബേൽ ഗോപുരം പോലെ, 2 സിയോൻ ഊട്ടിശാല പോലെ. ഇവിടെ വന്നു പണിതു, കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി, നാട്ടിൽ വീട് പണിതു, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് എല്ലാം ഭദ്രമാക്കി പോകുമ്പോൾ ഓർക്കുക, എന്റെ ഇംഗ്ലണ്ടിലെ വീട്, ന്യൂ കാസിലെ എന്റെ വീട്, ഇത് ബാബേൽ ഗോപുരമാണോ സിയോൻ ശാലയാണോ? ബാബേൽ ഗോപുരം 11-ലാണ്. അവിടെ ഒരേ ഭാഷയിൽ പറഞ്ഞിട്ടും ഭാഷ ചെതറിപ്പോയി. സിമെന്റ് കൊണ്ടാ പറയുമ്പം കല്ല്, കല്ല് കൊണ്ടാ പറയുമ്പം കട്ട, കട്ട കൊണ്ടാ പറയുമ്പം കമ്പി, കമ്പി കൊണ്ടാ പറയുമ്പം മണല്, മണൽ കൊണ്ടാ പറയുമ്പം വെള്ളം. ഇതാണ് ഭാഷ ചെതറിപ്പോയ ബാബേൽ ഗോപുരം. ഒരുമിച്ച് പണിയുന്നു, പൗണ്ടൊക്കെ ശേഖരിച്ച് വെക്കുന്നു. പക്ഷേ ഭർത്താവ് പറയുന്നതൊന്നും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കുത്തുവാക്കം പറഞ്ഞ് അവള് മാറി നടത്തും. ഭാര്യ പറയുന്നതൊന്നും ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല. ഭർത്താവിന്റെ വീട്ടുകാരെ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പാടില്ല, ഭാര്യ വീട്ടുകാരെ ഭർത്താവിന് ഉൾക്കൊള്ളാൻ പാടില്ല. മാതാപിതാക്കളെ മനസ്സിലാക്കാൻ മക്കൾക്ക് പ്രയാസം. ആ വീട് ബാബേൽ ഗോപുരമാണ്. ഭാഷ ചെതറിപ്പോയ, ഒത്തിരി അലഞ്ഞു, ഒത്തിരി കഷ്ടപ്പെട്ടു, പക്ഷെ ഭാഷ